എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം നമസ്കാരം. ഞാൻ മുമ്പ് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് ഹിന്ദി കീബോർഡ് എന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്നു. മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മലയാളമായി മാറുന്ന ഒരു ആപ്ലിക്കേഷനാണത്. ഇത് കൂടാതെ ഞാൻ ഐഫോണുകാർക്ക് എഴുത്താണി എന്ന പേരിലും ഒരു ആപ്ലിക്കേഷൻ മലയാളം ടൈപ്പ് ചെയ്യുന്നതിനായിട്ട് പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് ഞാനിവിടെ സ്വരചക്ര എന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വളരെ എളുപ്പത്തിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് മലയാളം അക്ഷരങ്ങൾ സെലക്ട് ചെയ്യുന്നതിനും സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. നമുക്കിത് എങ്ങനെ എന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ വിവരണത്തിനോടൊപ്പം വച്ചിട്ടുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ആദ്യം ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ശരി തന്നെ എന്നതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോണിൽ ഈ വാക്യം വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടോ എന്ന ഭാഗം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് മലയാളം കാണുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഹുവൈ സെറ്റുകളിൽ ചിലതിലൊന്നും ഇത് വർക്ക് ചെയ്യുന്നില്ല. വെറും 500 KB മാത്രമാണ് ഇതിൻ്റെ ഫയൽ സൈസ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ശരി തന്നെ എന്നത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇതുപോലെ സ്വരചക്ര മലയാളം എന്നത് തിരഞ്ഞെടുക്കാൻ ഉള്ള ഓപ്ഷൻ കാണിക്കും എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും. നിങ്ങൾ അതിനായിട്ട് ഇവിടെ സ്വരചക്ര എനേബിൾ ചെയ്യുക എന്നീ താഴെ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഇൻപുട്ട് ടൂൾസ് ഏതെല്ലാമാണോ അതിൽ നിങ്ങൾക്ക് സ്വരചക്ര എന്നുകൂടി കാണാൻ സാധിക്കും. നിങ്ങൾ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. തുടർന്ന് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ബാക്ക് കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്വരചക്ര വിജയകരമായി എനേബിൾ ചെയ്തു കഴിഞ്ഞു എന്ന് കാണിച്ചുകൊണ്ടുള്ള മറ്റൊരു മെസ്സേജ് കാണാം. ഇവിടെ അത് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുന്നതിന്, അതായത് നമ്മൾ എപ്പോഴും സ്വരചക്ര കീബോർഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തെല്ലാം മലയാളം വരുന്നതിന് ഇവിടെ സ്വരചക്ര ഡീഫോൾട്ടായി തിരഞ്ഞെടുക്കുക എന്ന ഈ ഭാഗത്ത് പ്രസ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഫോണിലുള്ള കമ്പനി തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കീബോർഡ് അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരുകളും ഇതുകൂടാതെ സ്വരചക്ര മലയാളം എന്നുകൂടി കാണിക്കും. നിങ്ങൾ അതിൽ സ്വരചക്ര മലയാളം എന്നത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ പൂർത്തിയായി കഴിഞ്ഞു. താഴെ നമ്മൾ സെറ്റിംഗ്സ് എന്നതിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കീബോർഡ് വലുത് വേണോ ചെറുത് വേണോ എന്ന് ചോദിക്കും. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കീബോർഡ് നമുക്ക് ഏത് രീതിയിൽ വേണമെന്നാണ് ചോദിക്കുന്നത്. നമുക്കത് ചെറുത് എന്ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാലേ നമുക്ക് സ്ക്രീനിൽ കുറച്ച് കൂടുതൽ സ്പേസ് കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്കിതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് ഇതുപോലെ കീബോർഡിൽ പ്രസ് ചെയ്യുമ്പോൾ കീബോർഡ് കാണാൻ സാധിക്കും. ഈ കീബോർഡിൽ നിങ്ങൾക്ക് ഇവിടെ അക്ഷരങ്ങൾ സെലക്ട് ചെയ്യാം. ഇത് കൂടാതെ ഇംഗ്ലീഷിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന EN എന്നത് പ്രസ് ചെയ്യാം. നോക്കുക, വീണ്ടും ഷാ എന്നതിൽ പ്രസ് ചെയ്താൽ നമുക്ക് മലയാളത്തിലേക്ക് മാറുന്നു. ഇതുകൂടാണ്ട് സൈഡിലുള്ള ഈ ആരോ കീയിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് കൂടുതൽ അക്ഷരങ്ങളും അക്കങ്ങളും എല്ലാം കാണാൻ സാധിക്കും, ചിഹ്നങ്ങളും. നമുക്കിനി ഒരു വാക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ സാ എന്ന് പ്രസ് ചെയ്താൽ ഇതുപോലെ സാ മാത്രം വരുന്നു. എന്നാൽ ഇതിൽ നിങ്ങൾക്ക് വ്യത്യാസമുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ സാ എന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇതുപോലെ നോക്കുക, സായുടെ ഒപ്പം അതിനോട് ബന്ധപ്പെട്ട സാ, സി, സു അങ്ങനെയുള്ള ബന്ധപ്പെട്ട എല്ലാ അക്ഷരങ്ങളും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ സുഖമല്ലേ എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് ഇതുപോലെ സു എന്നത് സെലക്ട് ചെയ്യാം. നോക്കുക, അടുത്ത അക്ഷരം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് സുഖമല്ലേ എന്നത് ടൈപ്പ് ചെയ്യാം. നോക്കുക, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഓരോ അക്ഷരവും നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട ബാക്കിയുള്ള അക്ഷരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. നോക്കുക, കായാണെങ്കിൽ കാ, കീ, കു അങ്ങനെയുള്ള എല്ലാ അക്ഷരങ്ങളും കാണാൻ സാധിക്കും. ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ ഇല്ലേ എന്ന കൂട്ടക്ഷരം ടൈപ്പ് ചെയ്യുമ്പോൾ നോക്കുക, നമ്മൾ ല, ചന്ദ്രകല ല എന്നാണ് നമ്മൾ മംഗ്ലീഷിലാണെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഇവിടെ ല എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നോക്കുക, ഇവിടെ ഇൽ എന്നത് സെലക്ട് ചെയ്യുക നിങ്ങൾ. തുടർന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിനോട് ബന്ധപ്പെട്ട് ഇത്രയും അക്ഷരങ്ങൾ ഇവിടെ കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് വേണ്ടത് ഇല്ല എന്നാണെങ്കിൽ നോക്കുക, ഇവിടെ കാണുന്ന ഈ ഇല്ല എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനോട് അടുത്ത അക്ഷരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉച്ചാരണം തെറ്റാതെ തന്നെ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തീർച്ചയായും കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഇതെന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം രതീഷ് ശർമ്മേനോൻ.